അപ്പോൾ നിങ്ങളെല്ലാവരെ പോലെ ഞാനും ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കാരണം ഇവരുടെ പോലെ തന്നെ ഞാനും ഇതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റിയത് എല്ലാവരെ പോലെ സന്തോഷിക്കും. ഞാൻ ഒരു വിളി അപ്പം തന്നെ ഓടി വന്നു നേരെ ചെയ്യാം. ഇടയിൽ ചെറിയ പ്രശ്നമുള്ള പക്ഷെ എന്നാലും എനിക്ക് ഷാജി സാറായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു സിനിമ അല്ലെങ്കിൽ ആ രീതിയിലല്ല, ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഇപ്പോൾ ഏത് റോൾ വന്നാലും ഞാൻ ഏറ്റെടുക്കും. പക്ഷേ അടുത്ത പടത്തിൽ എനിക്കൊരു ഫൈറ്റ് സീൻ വേണം, അത് മാത്രമുള്ള ആഗ്രഹം. പിന്നെ എനിക്കുള്ള നമ്മുടെ സ്വന്തം ആൾക്കാരെല്ലാവരും, ദീപകേട്ടൻ, അസീസ് ഖാ, പിന്നെ ബോബി ചേട്ടൻ, പിന്നെ ജോജു ഏട്ടൻ മെയിൻലി, പിന്നെ സനിയായിട്ട് എനിക്ക് ലൈക്ക് ഞങ്ങൾ ഒരുമിച്ച് ആദ്യമായിട്ട് വർക്ക് ചെയ്യണം. പക്ഷെ അതല്ലാണ്ട് തന്നെ ഭയങ്കര നല്ലൊരു അടിപൊളി കമ്പനിയാണ്. അപ്പോൾ എനിക്ക് ഞാൻ മറക്കാത്ത കാര്യം എന്താ വെച്ചാൽ എൻ്റെ കല്യാണത്തിന് എനിക്ക് ഷർട്ടൊക്കെ ഗിഫ്റ്റൊക്കെ തന്ന ഒരു വ്യക്തിയാണ്. അല്ലാതെ വേറെ ആരും തന്നിട്ടില്ല ആ സമയത്ത്. അപ്പോൾ വളരെ സന്തോഷം. പിന്നെ രാജേട്ടൻ്റെ കൂടെ കുറേ പടമായി. അപ്പം അങ്ങനെ അത് എന്താ പറയണത് ആക്ച്വലി അറിയാൻ പാടില്ല. ഭയങ്കര ഹാപ്പിയാണ്. ഇത് ഒരു വരവാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇതെന്താ എല്ലാവരും ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്നത്? കൊച്ചിക്കാരുടെ ഇത് കളയാൻ ഒരു കയ്യടിയൊക്കെ താ പ്ലീസ്. ഇത്രയും വന്നല്ലോ, നമ്മൾ ഇത്ര ഒരു പവറായിട്ട് നിൽക്കുമ്പോൾ പ്ലീസ്. ഹായ്. ആ അങ്ങനെ വെച്ചിട്ടാ കുറച്ച്. അപ്പോൾ താങ്ക് യു. എന്തായാലും വളരെയധികം സന്തോഷം വരാൻ പറ്റിയാലും. പിന്നെ ഇത് ഞാൻ തേരാപ്പാറ നടക്കുന്ന സ്ഥലമൊക്കെയാണ്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഗസ്റ്റായിട്ടൊന്നും നിൽക്കുന്ന ഒരു ഫീല് കിട്ടൂല. അപ്പോൾ മാക്സിമം ഇങ്ങനെ വന്നു, സംസാരിച്ചു, പോയി. താങ്ക് യു. താങ്ക് യു അർജുൻ. അപ്പോൾ ഞങ്ങൾ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ കോമ്പിനേഷൻ സീൻസ് ഉള്ളത് ജോജു ചേട്ടനും സുകന്യ മാമുമായിട്ടാണെന്ന് തോന്നുന്നു അല്ലേ? ആക്ച്വലി സാനിയായിട്ടാണ്. അപ്പോൾ അവരുടെ കൂടെ അഭിനയിച്ച അനുഭവം എങ്ങനെയുണ്ടായിരുന്നു? ജോജുമായിട്ട് എനിക്ക് ആക്ച്വലി ജൂൺ തൊട്ടുള്ള ബന്ധമാണ്. അപ്പോൾ അത് പറയാനുള്ള കുറേ ഉണ്ട്, ഞാൻ പിന്നെ പറയാം. ആക്ച്വലി കുറേ വലിയൊരു ബന്ധമാണ്. സുകന്യ മാമായിട്ട് എനിക്ക് ആക്ച്വലി അച്ഛൻ അമ്മ അമ്മായിമ്മ എന്നൊരു പടത്തിൽ അഭിനയിച്ചപ്പോൾ സുകന്യ മാമിനെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുള്ള സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷെ അതൊരു വലിയൊരു പ്രസംഗമായിട്ട് ഞാൻ ഇപ്പോൾ എടുക്കുന്നു. പിന്നെ അതേപോലെ വിൻസി ഉണ്ട് ഈ പടത്തിൽ. അങ്ങനെ എല്ലാ അടിപൊളിയായിരുന്നു. കണക്കൻ എൻജോയ് ചെയ്തു ഈ പടം ഷൂട്ട് ചെയ്തപ്പോൾ. താങ്ക് യു അർജുൻ ചേട്ടാ. അടുത്തതായി വേദിയിൽ ഡെഫിനറ്റ്ലി വി ആർ ഓൾ വെയിറ്റിംഗ് ഫോർ ദ മൂവി. അപ്പോൾ എന്താണ് ഈ സിനിമയിലെ ക്യാരക്ടറിനെ കുറിച്ചും ഹോൾ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്? നമസ്കാരം. സന്തോഷമുണ്ട്. കാരണം എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയതിൻ്റെ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാജി കേരസ് പടത്തിൽ അഭിനയിച്ചു എന്നുള്ളതാണ്. അതും ഫസ്റ്റ് ഡേ ഷൂട്ടിൻ്റെ സമയത്ത് ഒരു സിഗരറ്റ് സ്ലോ മോഷനിൽ കഴിക്കുന്ന ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം. സ്ലോ മോഷനിൽ കഴിക്കുമ്പോഴൊരു സുഖമുണ്ടല്ലോ, അതിനൊരു സന്തോഷം ഉണ്ടായിരുന്നു. കാരണം പണ്ട് നരസിംഹമൊക്കെ ഇറങ്ങിയിട്ട് അച്ഛൻ്റെ കാലിൽ 3-4 നഖം വെട്ടിത്തരാന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗൊക്കെ, ആ ഫുൾ ഡയലോഗ് എനിക്ക് അറിയായിരുന്നു. അപ്പോൾ അത് ആ സമയത്ത് സിനിമയിൽ അഭിനയിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ സിനിമയിൽ പഠിച്ച ഡയലോഗുകൾ എനിക്ക് കുറേയൊക്കെ സിനിമയിൽ എത്തിയപ്പോൾ കുറേയൊക്കെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സന്തോഷം. വരവ് കഴിഞ്ഞ പിന്നെ ഭയങ്കര ചിലവാണ്. അപ്പോൾ ഞാൻ കുറേ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് വിളിച്ച് ചാൻസ് ചോദിച്ചിട്ടുണ്ട്. ജോഷ് സാറിനെയും വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. ജോഷ് സാർ പരിഗണിക്കണം, ഇല്ലെങ്കിൽ ഭയങ്കര ചിലവാണ് വരവ് കഴിഞ്ഞ പിന്നെ. അപ്പോൾ വീണ്ടും വരവിനായി വെയിറ്റ് ചെയ്യുന്നു. വരവ് എന്തായാലും തിയേറ്ററിൽ ഭയങ്കര ഹിറ്റാവട്ടെ. എന്നാലേ എനിക്കും വരവ് വരുള്ളൂ. വരൂല്ലേ? വരും, തീർച്ചയായിട്ടും. സോ ഇവര് രണ്ടുപേരുടെയും ചെറിയൊരു വിഷമം എന്ന് പറയുന്നത് ഇവർക്ക് സിനിമയിലെ ഫൈറ്റ് സീൻ ഇല്ല എന്നുള്ളതാണ്. ദീപത്തിനുണ്ടോ? ഫൈറ്റ് സീൻ ഇല്ല, പക്ഷെ ഫൈറ്റിൽ പറ്റുന്നതിനേക്കാൾ കൂടുതൽ അപകടം സിനിമയിൽ പറ്റിയിട്ടുണ്ട്. അത് സിനിമ റിലീസായിട്ട് പറയാം. പിന്നെ സ്ലോ മോഷൻ കിട്ടിയല്ലേ? അത് മതി. സ്ലോ മോഷൻ കിട്ടി, നല്ല സ്ലോ മോഷൻ ഉണ്ട്. അത് സ്ലോ മോഷൻ തന്നെ ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. പക്ഷെ കുഴപ്പമില്ല, അത് ഞാൻ ഡബ് ചെയ്യുമ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഫോണിൽ. എന്തായാലും ആ ട്രെയിലറിൽ കണ്ട സിഗരറ്റിന്റെ സീൻ അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇനി അടുത്തതായി വേദി ഞാൻ കവറൊക്കെ ചെയ്ത് നരച്ച മുടിയൊക്കെ ജോസഫ് കമ്പനിക്കുന്ന സമയത്ത് എന്നെ വിളിച്ച് പോഞ്ചുവാക്കി. അതെനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് കഴിയുണ്ടായിരുന്നില്ല. അപ്പോൾ ആ വേഷം എന്നെ വെച്ച് ചെയ്ത് എനിക്ക് ധൈര്യം നൽകിയ ഉത്സാഹമാണ്. അതിനുശേഷം ആന്റണി ചെയ്തു. ഇനി അടുത്തത് പറയാമെന്നുണ്ടെങ്കിൽ ജോൺ സാറിൻ്റെ സിനിമയിൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഷാജി സാറിൻ്റെ ബാബ കല്യാണി എന്നുള്ള സിനിമയിൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിരുന്നു. അതിൽ ലാലേട്ടനെ ക്ലോസ് റേഞ്ചിൽ കണ്ടത് ആ പടത്തിൽ വെച്ചിട്ടാണ്. അതിനു മുമ്പ് കൊല്ലിയേട്ടൻ എന്നുള്ള സിനിമയുടെ സെറ്റിൻ്റെ പുറത്തു നിന്ന് ഷൂട്ടിംഗ് കാണാനുള്ള അവസരം ഉണ്ടായി. അവിടെ നിന്ന് ഇവിടെ നിൽക്കുമ്പോൾ
ദൈവാനുഗ്രഹം അല്ലെങ്കിൽ എന്താ പറയുക, ഇതിൽ പറയാൻ വലിയ അനുഗ്രഹം വേറെ ഇല്ല. ഇത്രയും വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കിട്ടിയൊക്കെ അടിച്ചിട്ടുണ്ട്, പറ്റാവുന്നത്ര അടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരെ പോലെ ഞാനും ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാറ്. കാരണം ഇവരുടെ പോലെ തന്നെ ഞാനും ഇതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റിയതിൽ എല്ലാവരെ പോലെ സന്തോഷിക്കുന്നു. താങ്ക് യു ഷാജി സാർ, പ്രൊഡ്യൂസർ സാഞ്ചേട്ടനായിട്ടൊക്കെ ഒരു 10-30 വർഷമായിട്ടുള്ള ബന്ധമാണ്. തുടങ്ങിയ കാലം മുതൽ അന്ന് മുതൽ കരുതലോടുകൂടി നമ്മൾ നോക്കിയത്. നന്ദി. അപ്പോൾ എല്ലാവരോടും വരവ് ഒരു വരവായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ട്രീറ്റായിരിക്കും. താങ്ക് യു സോ മച്ച്. വരവിന്റെ കൂടുതലോട് തന്നെ ചോദിക്കാം. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ 2 വർഷം മുന്നേ പണി എന്ന് പറയുന്ന ഒരു നെക്സ്റ്റ് ലെവൽ ആക്ഷൻ സിനിമ ഡയറക്റ്റ് ചെയ്ത ജോജി ചേട്ടൻ ഞങ്ങളെ എല്ലാവരും ഞെട്ടിച്ചു. അതിനുശേഷം ഇപ്പോൾ ഇതാ അടുത്ത സിനിമ ഡയറക്റ്റ് ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പം എന്താണ് ഷാജി കൈലാസ് എന്ന ഈ ആക്ഷന്റെ വലിയ പാഠപുസ്തകത്തിൽ നിന്ന് പഠിച്ചത്? ഏറ്റവും മനോഹരമായ ഒരു കാര്യം എന്താണ് ഷാജി കൈലാസ് സാറിൽ നിന്ന് പഠിച്ചത്? അപ്പൊ അതിന്റെ ഉത്തരം ചേട്ടൻ പറയുന്നതിന് മുന്നേ ജോഷി സാറിനെ കൂടി ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ജോഷി സാർ പ്ലീസ്. എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്, വേദിയിലുള്ള എല്ലാവരുടെയും ഒരു റിക്വസ്റ്റ് അനുസരിച്ചാണ് നമ്മുടെ പ്രിയ സംവിധായകൻ ലെജൻഡറി ഡയറക്ടർ ജോഷി സാറിനെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ഷാജി കൈലാസ് സാറിനും ജോഷി ജോർജിനും ഒക്കെ വളരെ പ്രിയങ്കരനായിട്ടുള്ള വ്യക്തിയാണ്. ഈ സമയം ജോസ് തോമസ് സാറിനെ കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിറഞ്ഞ